ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും ബ്രോക്കോളിയും വെച്ചിട്ടുള്ളതാണ്. 2 ബ്രോക്കോളി എടുക്കുന്നുണ്ട്, 2 ക്യാരറ്റും. ബ്രോക്കോളിനെ ക്ലീൻ ആക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിക്കുക. കുറച്ച് സോൾട്ട് ഇടണം, കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാണാനൊരു ഭംഗി. ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യുക. തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിനെ വരിവിക്കുക. നന്നായി കുക്കായിട്ടുണ്ട്. വെള്ളമില്ലാണ്ട് വാരി വയ്ക്കുക. ബ്രോക്കോളി ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതിലേക്ക് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ക്യാരറ്റും എടുക്കട്ടെ. ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഗാർലിക്, വെളുത്തുള്ളി, ഇത് പൂണ്ടാണ് എടുത്തേക്കണം. അതാണ് 2-3 എടുത്തപ്പോൾ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി. അതൊന്ന് മുരിഞ്ഞ് വരും, നല്ലൊരു സ്മെല്ലായിരിക്കും. ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ കുക്കാക്കി വെച്ച ബ്രോക്കോളിനെ ഇടുക. ഈ ടൈമിൽ നമ്മൾ സോൾട്ട് നോക്കുക, കുറവായിരിക്കും, കാരണം നേരത്തെ കുറച്ചെല്ലാം ഇട്ടു. അപ്പോൾ ഇതിലും കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, കാരണം നമുക്ക് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ കഴിക്കുമ്പോഴാണ്. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, വേറെ എരിവിന് നമ്മളൊന്നും ആഡ് ചെയ്യല്ല, ജസ്റ്റ് ഈ പെപ്പർ പൗഡറും സോൾട്ടും മാത്രമേ ഉള്ളൂ. കുറച്ച് അധികം ഇട്ടു, ഇപ്പം ഞാൻ ഇത്തിരി ഇട്ടിട്ടുള്ളൂ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്നുള്ള രീതിയിൽ ഇപ്പം ഇട്ടു. പിന്നെ നമ്മുടെ ക്യാരറ്റ്, അതും തന്നെ അവർ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റാണേ. ഒരുപാട് കുക്കാവേണ്ട ക്യാരറ്റ്, കാരണം നൈസായിട്ട് അരിഞ്ഞേക്കുന്നതും. പിന്നെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ എഗ്ഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു എഗ്ഗ്. ഇപ്പൊ ഫ്ലെയിം വന്നിട്ട് സിമ്മായിരിക്കണം കേട്ടോ. എഗ്ഗ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് മുരിഞ്ഞു പോവുമല്ലോ. മിക്സ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. ചുവന്ന പെപ്പർ പൗഡർ ഉണ്ട്, നേരത്തെ ഇട്ടത് കുറഞ്ഞു പോയി. കാരണം നമ്മുടെ ഡിഷ് റെഡിയായി, നല്ല ടേസ്റ്റിയാണ്.